വേറൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. ലാലേട്ടൻ വന്ന് എന്തൊരു കാര്യം ആദ്യം അഭിപ്രായം ചോദിക്കുന്നത്, അക്ബർ പറയൂ എന്താ അക്ബറിന്റെ അഭിപ്രായം, വൈ? പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആള് ഹൈലി പ്രൊവോക്കേഷൻ ലെവലാണ്. പുള്ളിയുടെ പ്രൊവോക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് റിയാസിന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയൊന്നുമില്ല, റിയാസിന്റെ അടുത്ത് പറഞ്ഞേക്കാനൊക്കെ പറ്റും. പുറത്ത് ആ വിഷയം നടന്ന സമയത്ത് ലക്ഷ്മിക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു റിയാസ്. അതൊരു വളരെ വൃത്തിയായിട്ട് ആ പോസ്റ്റ് അതായിരുന്നു കാരണം എന്തോന്നു, പിടിച്ച കൊമ്പില്ല ചവിട്ടിയ കൊമ്പില്ല എന്നുള്ള അവസ്ഥയിൽ ആള് പുറത്തോട്ട് പോവുകയും ചെയ്തു. ലക്ഷ്മിക്ക് വോട്ടും കൂടി. ഇപ്പോഴും അവൻ സീസൺ 6 വിന്നറെ പറ്റി പറയാതെ 5 വിന്നറെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിട്ടും വായനാക്കും മാത്രം. സീസൺ 6 വിന്നർ എവിടെ, പുള്ളി എവിടെ? അത് അവന്റെ കഴിവാ. അങ്ങനൊരു സംസാരിച്ചു, ഷോയുടെ മോശം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷോയ്ക്ക് എഫക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് ബിഗ് ബോസ് ടീമിന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ ഇപ്പൊ വിളിച്ചേ? റീഎൻട്രി കൊടുത്തെന്തിനാ? അതാണ് ചോദ്യം. എന്തോ ആയിക്കോട്ടെ, ഫിലിം ആണെങ്കിലും എന്താണെങ്കിലും ആളവിടെ എത്തി. ലക്ഷ്മി പരാമർശം എങ്ങനെ നോക്കി കാണുന്നത്? ലക്ഷ്മി എന്താ പുറത്താക്കാതെ ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയാൽ മസ്താനിയും ലക്ഷ്മിയും കൂടി പോവായിരിക്കുന്നത്. പക്ഷെ അവിടെ ലക്ഷ്മി അത്യാവശ്യം ഒന്ന് മുളകൊക്കെ പരട്ടി വറുത്തു വെച്ചു, അടുത്ത ആഴ്ച റോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. എന്നിട്ട് പതുക്കെ മസ്താനെ അങ്ങോട്ട് ഔട്ടാക്കി. എന്ന് വെച്ചാൽ എപ്പോഴും ചക്ക വേണം പോലെ അതെല്ലാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സീസണിലെത്തി ചലഞ്ചറായിട്ട് കൊടുക്കാൻ റിയാസ് എത്തുന്നു. റിയാസിന്റെ 4ാമത്തെ സീസൺ കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഇതിപ്പോ മൊത്തത്തിൽ ഇത് 3ാമത്തെ വരവായിട്ടുണ്ട് അല്ലെ? ചലഞ്ചറായിട്ട് കയറാൻ പറ്റുന്ന ദൈവഭവനിലുള്ള കുറെ പേരുകൾ ഉണ്ട്, പുറത്തുണ്ട്. എന്തുകൊണ്ട് നിങ്ങളൊന്നും വിളിക്കുന്നില്ല? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് ഏഷ്യാനായിട്ട് എന്റെ മനുഷ്യനെ വിളിക്കാതെ? എന്താണ് ക്യാപ്റ്റനായിട്ട് എന്നെ ഇറക്കി വിട്ടുന്ന 2 ദിവസം എന്നെ ഒന്ന് വിളിക്കുക? അത് വിളിക്കാവുന്നതാണ്. കാരണം നമുക്കും ചലഞ്ചറായിട്ട് 2 ദിവസം പോകും. എന്താണെന്നറിയോ, ഒന്നാമത് ഇറങ്ങുമ്പോ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, ഇങ്ങനെ ചെയ്യണല്ലേ എന്നുള്ള ഫുള്ള് ലൈറ്റ് നമുക്ക് കത്തും. പിന്നെ രണ്ടാമത് കയറുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അകത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് പവർ ഉണ്ട്. നല്ല രീതിയിൽ അതിന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ആൾക്കാരെ ചൊറിയാനും ഒക്കെ പറ്റുന്ന ആൾക്കാരുകൾ അകത്തുണ്ട്. ഞാൻ ഇത് മേ ബി കേൾക്കുമ്പോ പറയും ഒരു വ്യക്തി ഒരു എനിമീസം, അങ്ങനെ ഒന്നല്ല. ഷോപ്പ് എത്തവണ കയറിയപ്പോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ നാദിര കയറിയിരുന്നെങ്കിൽ കുറച്ചുകൂടി തഗ്ഗും കാര്യങ്ങളും നമുക്ക് കിട്ടുമായിരുന്നു. അത് ഞാൻ എന്റെ വീഡിയോയിലും ഞാൻ പറയണം, നാദി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി തഗ്ഗ് കിട്ടിയെന്നുള്ളത്. പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആള് ഹൈലി പ്രൊവോക്കേഷൻ ലെവലാണ്. പുള്ളിയുടെ പ്രൊവോക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് റിയാസിന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയൊന്നുമില്ല, റിയാസിന്റെ അടുത്ത് പറഞ്ഞേക്കാനൊക്കെ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇത് കഴിഞ്ഞാലും റിയാസിനെ പ്രേക്ഷകർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നു, വായടപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ലക്ഷ്മിയുടെ ഇഷ്യൂ. അപ്പോ മുള്ളിനെ മുള്ളോണ്ട് എടുക്കാന്ന് പറയുന്ന പോലെ തന്നെ കറക്റ്റ് ടൈമില് റിയാസിനെ വിളിച്ചത് പെട്ടെന്നുള്ള തീരുമാനമാണോ സംഘടകരുടെ? അത് ഒരു ഇഷ്യൂ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്കിട്ട് കൊട്ടാൻ വേണ്ടിട്ട് എടുത്തൊരു സ്ട്രാറ്റജി ആയിട്ടാണ്. അത് അങ്ങനെയാണോ? ആ വിഷയം വന്നപ്പോ ഓൾറെഡി LGBTQനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണോ, അതോ പുറത്ത് ആ വിഷയം നടന്ന സമയത്ത് ലക്ഷ്മിക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു റിയാസ്? അതൊരു വളരെ വൃത്തിയായിട്ട് ആ പോസ്റ്റ് അതായിരുന്നോ കാരണം എന്തോന്നു? LGBTQ ഞാൻ പറയട്ടെ, ഇപ്പൊ അതിന്റെ ഉള്ള അതിലും നോറയും പറ്റി സംസാരിക്കാൻ അവരെന്നെ മതി. അല്ലാതെ മറ്റു പുറത്തുനിന്ന് ആൾക്കാരെല്ലാരും വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചോട്ടെ. അതിന്റെ ഉള്ളിൽ ആസ് എ ഗെയിമറായിട്ട് അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും തന്നെ സംസാരിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിനെ പറ്റിയിട്ട് ആൾക്കാരുടെ വിചാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കോ വേഗം വിളിക്കും, കോൺട്രവേഴ്സി ഉണ്ടായിക്കോ വേഗം വിളിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഈ നമ്മുടെ റിയാസിന്റെ പ്രൊവോക്കേഷൻ ലെവലിനെ പറ്റി ബിഗ് ബോസിന് അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടപ്പോൾ എൻഡ് ഓഫ് ദ ഡേ TRP ആണ് എല്ലാവരും നോക്കുന്നത്. നേരെ വിളിച്ച് കയറ്റി. അത് എന്താ പറയാ, പിടിച്ച കൊമ്പില്ല ചവിട്ടിയ കൊമ്പില്ല എന്നുള്ള അവസ്ഥയിൽ ആള് പുറത്തോട്ട് പോവുകയും ചെയ്തു. ലക്ഷ്മിക്ക് വോട്ടും കൂടി. സീസൺ 7 എത്തി, പക്ഷെ സ്റ്റിൽ സീസൺ 5 കഴിഞ്ഞിട്ട് സീസൺ 6 വിന്നറെ അല്ല, സീസൺ 5 വിന്നറെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? സീസൺ 5 വിന്നറിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം സിമ്പിളി. ഇപ്പോഴും അവൻ സീസൺ 6 വിന്നറെ പറ്റി പറയാതെ 5 വിന്നറെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിരിപ്പ് വായനാക്കും മാത്രം. സീസൺ 6 വിന്നറിനെ അത് എന്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു? വിന്നർ എവിടെ, പുള്ളി എവിടെ? ഇപ്പൊ സീസൺ 10 എത്തിന്ന് വെച്ചോ, 10 എത്തിയിട്ടും വിന്നറായാലും അപ്പോഴും 5 മാറാറുണ്ടാവും. നമസ്കാരം എന്ന് പറഞ്ഞു സംസാരിക്കാനുണ്ടാവും. അത് അവന്റെ കഴിവാ. ഈ പുള്ളി വന്നു, അത് കഴിഞ്ഞിട്ട് സീസണിലോട്ട് നിന്നുള്ള കുറെ അലിഗേഷൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞ സീസൺ 6 കഴിഞ്ഞ സമയത്ത് സംസാരിക്കണ്ടായി. പക്ഷെ 7 തന്നെ പുള്ളിയുടെ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് മലയാളം വീണ്ടും എൻട്രി കണ്ടു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തപ്പോ. എങ്ങനെ നോക്കി കാണുന്നു ശരിക്കും ഒരു റീ എൻട്രി വന്നതിനെ? ഒന്നാമത് ഫിലിം പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആള് കയറി പോയത്.
അപ്പം അത് BB കണ്ടസ്റ്റന്റും വിന്നറും കൂടി ആയ സ്ഥിതിക്ക് അവന്റെ ആ ഗേറ്റ് തുറന്ന് ഓപ്പൺ ആയിട്ട് തുറക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ എനിക്കറിയാം ആ ഒരു സംസാരിച്ച കാര്യങ്ങള് അതവൻ സംസാരിച്ചു. അതിനകത്ത് അത് എല്ലാവരിലോട്ടും സ്പ്രെഡായി. കാരണം 5-ല് ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ഈ ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ കമന്റ്സ് വരെ ഇതായി. അപ്പം അങ്ങനൊരു സംസാരിച്ചു, ഷോയുടെ മോശം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷോയ്ക്ക് എഫക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് ബിഗ് ബോസ് ടീമിന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ ഇപ്പൊ വിളിച്ചേ? റീ എൻട്രി കൊടുത്തെന്തിനാ? അതാണ് ചോദ്യം. അതെന്തിനാ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു എന്തൊക്കെയോ എവിടേക്കോ ലൈക്ക് നമ്മള് ഒരു പേപ്പർ എടുത്ത് പൊതിയുമ്പോ അവിടെ ഇവിടെയൊക്കെ ഓട്ടെണ്ണയും കുറച്ച് പഞ്ഞിയൊക്കെ ഇങ്ങനെ കുത്തിവെക്കില്ലേ? കാരണം അതിനകത്ത് അവര് തമ്മിൽ നമുക്ക് എപ്പോഴും അറിയില്ല പുറത്തോട്ട് എൻ്റെ ഒരു എക്സൈറ്റ് സംഭവം. എനിക്കൊന്നും പേഴ്സണലി ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടും ഫിനാലേക്ക് പോയപ്പോഴും എൻ്റെ കൂടെയുള്ളവരും ക്ലോസ് ആയിട്ട് എന്നോട് സംസാരിക്കാൻ ഫ്രീ ഉള്ള ആൾക്കാർക്ക് പോലും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നു, പിന്നെ പെട്ടെന്ന് ആ സംഭവം അങ്ങോട്ട് തണുത്തു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വിളിക്കുമ്പം മേ ബി അത് പുള്ളിയുടെ ഒരു അഭിപ്രായമായിരിക്കാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വാട്ട് എവർ ഇറ്റ് ഇസ് ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ ഇത്രയും പറഞ്ഞിട്ട് അവൻ അതിന്റെ അകത്ത് കേറി, അതാണ് കഴിവ്. എന്തോ ആയിക്കോട്ടെ, ഫിലിം ആണെങ്കിലും എന്താണെങ്കിലും ആളവിടെ എത്തി. അതെ, കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരുപക്ഷെ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് 3 സീസണുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ കാണുന്നത് കഴിഞ്ഞ വർഷം അഭിഷേകിലൂടെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തവരും അല്ലെ 2 വിഭാഗങ്ങളായിട്ട് കണ്ടിരുന്നു. ഇപ്രാവശ്യം അതേപോലെ ഒരാൾ വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒരുപക്ഷെ ബിഗ് ബോസിൽ ഇത്രത്തോളം കത്തിയൊരു വിഷയങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നതായിട്ട് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പരാമർശം എങ്ങനെ നോക്കി കാണണേ? ലക്ഷ്മി എന്താ പുറത്താക്കാതെന്ന് ഞാൻ ആലോചിക്കുന്നു. ആദ്യത്തെ ലക്ഷ്മി വിഷയം നടന്നു കഴിഞ്ഞിട്ട് ഇവക്ഷനിൽ പ്രതീക്ഷിച്ചിരുന്നത് മസ്താനി പ്രവീണിന് പകരം ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മിക്ക് മസ്താനിയുടെ കാര്യം എനിക്ക് ഇല്ല, അത് ആ ഒരു ജഡ്ജ്മെന്റ് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി ഇറങ്ങിയപ്പോൾ മസ്താനി കാണിച്ച ഒരു ആക്ട് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് നോട്ടഡ് ആണ്. ഓക്കെ, അപ്പം എടുത്തു വെച്ചാണല്ലോ പ്രേക്ഷകർ ഔട്ടാക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മസ്താനിയും ലക്ഷ്മിയും കൂടി പോവായിരിക്കുന്നത്. പക്ഷെ അവിടെ ലക്ഷ്മി അത്യാവശ്യം ഒന്ന് മുളകൊക്കെ പരട്ടി വറുത്തു വെച്ചു, അടുത്ത ആഴ്ച റോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. എന്നിട്ട് പതുക്കെ മസ്താനി അങ്ങോട്ട് ഔട്ടാക്കി. പക്ഷെ ഷോയിൽ നിന്ന് ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഐ തോട്ട് ലൈക്ക് ഇറക്കി വിട്ടോ എന്നാ പിന്നെ ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസ് നല്ല അടിപൊളി വൈബാവും. കാരണം അത്രയും ആളുകൾക്ക് ഇഷ്ടമാവും. കാരണം അത്രയും വൃത്തിയായിട്ട് ഒരു കാര്യമല്ലേ പറഞ്ഞേ, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇരുത്തി. അപ്പൊ പവനായി ശവമായി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ നമുക്ക് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിച്ചിട്ട് പ്രൊമോയിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ, ആളെത്തില്ലേ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു പറഞ്ഞു പേടിപ്പിക്കാന്നുള്ള സംഭവം. അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി ആ സെൽഫ് റെസ്പെക്ട് കാണിച്ച അവിടെ നിന്ന് ഇറങ്ങി പോരണായിരുന്നു. പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി പോരണായിരുന്നു. പക്ഷെ അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പൊ നെവിൻ പോയപ്പോ തിരിച്ചു വിളിച്ചു, അതുപോലെ ഒരാൾ അടുത്തൊരു സംഭവം ആക്ട് ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്ന ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പൊന്നുമില്ല. അങ്ങനെ പോണവരൊക്കെ ആക്ട് കാണിച്ച് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നത് ബിഗ് ബോസിന് ആവശ്യമുണ്ട്, ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഉറപ്പുള്ളവരെയാണോ തിരിച്ചു വിളിക്കുന്നത്? നെവിനാണ് അത്യാവശ്യം കണ്ടന്റ് കട്ടിട്ടാണെങ്കിലും കൊടുക്കുന്നില്ല. ഇല്ലേ, അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ഇപ്പൊ നെവിന്റെ കാര്യത്തിൽ പോയപ്പോ തിരിച്ചു വിളിച്ചു, അത്രത്തോളം കോണ്ടന്റ് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചു വിളിക്കുമായിരുന്നു. അത് ഞാൻ പറയട്ടെ, ഈ ഉറക്കത്തിൽ കാലിരുമിട്ട് കാര്യമില്ലല്ലോ. ഉറങ്ങി എണീക്കുമ്പോ അയാൾ അറിയില്ലല്ലോ താൻ ഇത്ര നേരം എന്റെ കാല് തിരുമായിരുന്നു. സോ കണ്ടന്റ് തരാത്ത ഒരാളെ പോയിട്ട് അയാൾ എന്തിനാണ് തിരിച്ചു പിടിച്ച് വിളിച്ച് കൊണ്ടുവരണ? ബിഗ് ബോസ് ഹാവ് ടു പേ റൈറ്റ്. സോ അനാവശ്യമായിട്ട് അവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ സാബു ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോട്ടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കും, പൊയ്ക്കോ മോനെ. കാരണം പുള്ളി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നെവിനെ സംബന്ധിച്ചോളം നെവിനോട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു പ്രൊവോക്കേഷൻ വന്നു, സംസാരം. അപ്പൊ കണ്ടസ്റ്റൻസ് ശരിക്കും എന്താണോ അവിടെ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിലല്ല കാര്യം, അതിന് പകരത്തേക്ക് ഷോ സംഘാടകരുടെ എന്താണോ ഇത് പ്ലാനിങ്, അതനുസരിച്ചാണ് മുന്നോട്ട് പോവുക അല്ലെ. സംഘാടകരുടെ പ്ലാനിങ് മാത്രം അവിടെ നടന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രതീഷ് ഏട്ടൻ ഇതുപോലെ പോയിരുന്നു, പക്ഷെ രതീഷ് ഏട്ടൻ തന്നെ തിരിച്ചു വന്നു. അതിന്റെ കഥ എന്ന് വെച്ചാൽ ഇപ്പൊ വിളിക്കും എന്ന് പറഞ്ഞു നോക്കിയിരുന്നു, കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി അടുത്തേക്ക് തോന്നുന്നു. പക്ഷെ മണിക്കൂട്ടം പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നില്ല. പക്ഷെ മണിക്കൂട്ടം പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നു. അത് വന്നത് കൊണ്ടുവന്നതല്ലേ? അതെ, നെവിനെ കൊണ്ടുവന്നതല്ലേ. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, അതുപോലെ നെവിന് പെട്ടെന്ന് ഉണ്ടായിരുന്ന അവിടെ സെൽഫ് റെസ്പെക്ട് ആയിരിക്കും ചിലപ്പോ, അവൻ കേറി ആണ്, അപ്പൊ പോണം തീരുമാനം വന്നേക്കാം. ഈ പോയി കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും ഇത് സെക്കൻഡ് തോട്ടിലോട്ട് റിയലൈസ് ചെയ്യാം, എന്ത് മണ്ടത്തരാണ് കാണിച്ചെന്നുള്ള സാധനം. അവിടെ പിന്നൊരു റീ എൻട്രി എല്ലാവർക്കും
കിട്ടിക്കോളണമെന്നില്ല. ഇല്ല, അതെന്താന്ന് വെച്ചാൽ അത് കാരണം എന്താന്ന് വെച്ചാൽ അത് നമുക്കും തോന്നിയിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന്. കാരണം അതിലേന് ഓരോ അത്രയും പ്രൊവോക്ക് ചെയ്യണ്ടായിരുന്നു, പറ്റുമെങ്കിൽ പോടാ പറ്റുമെങ്കിൽ പോടാ. അപ്പൊ സെൽഫ് റെസ്പെക്ട് ഹിറ്റ് ചെയ്തു, മൊത്തത്തിൽ ആൾ എടുത്തു ചാടി പുറത്തോട്ട് പോയി. അപ്പൊ പുറത്തോട്ട് പോയതിനു ശേഷം ഇവരൊരു മീറ്റിംഗ് വെച്ചു. കാരണം ഇവർക്കും അറിയാലോ നെവിൻ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നു അപ്പോഴും നെവിൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടന്നെ. കാരണം ബിഗ് ബോസിന് ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സംസാരിച്ചു ഓക്കെ ആയപ്പോ ആളകത്തോട്ട് കയറി. എന്ന് വെച്ചാൽ എപ്പോഴും ചക്ക വേണം പോലെ ചാവില്ല. അതെല്ലാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സീസൺ 5 ഏറ്റവും തുടക്കത്തില് ആളുകളെ ഷോ കണ്ടിരിപ്പിച്ചത് വൈബർഗുഡ് ദേവായിരുന്നു. സീസൺ 6 വന്നപ്പോൾ രതീഷായിരുന്നു. പക്ഷെ ഈ 2 പേരുകളും അധികം ദിവസം സീസണിലെ അല്ലെങ്കിൽ ഹൗസിനകത്ത് തുടർന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഗെയിം കളിച്ചു തുടങ്ങിയപ്പോഴേക്കും പക്ഷെ ഗെയിം കളിച്ചു തുടങ്ങുമ്പോഴേക്കും തുടക്കത്തില് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വരുമ്പിക്കും തന്നെ ആക്റ്റീവ് ആക്കുന്നുണ്ട്, ഇരുന്നിട്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവിടെ മിണ്ടാതിരിക്കണേന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ കേറിയപ്പോ തന്നെ ഉടക്കുണ്ടാക്കരുതെന്ന് പ്രീവിയസ് സീസണിൽ നിന്നുള്ള ആൾക്കാരുടെ ഉപദേശം ഉണ്ടായിരുന്നു. കേറുമ്പോ തന്നെ അലമ്പുണ്ടാക്കരുത്, ഒരു 1 വീക്ക് ഒക്കെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പം കേറിയപ്പോ തന്നെ അത് ഞാൻ പ്ലാൻഡ് ആയിരുന്നില്ല. പെട്ടെന്ന് ഏഞ്ചലിനും റിനോഷായിട്ടൊരു വിഷയം വന്നപ്പോ അവിടെ സംസാരിച്ച് പോയതാണ്. പിന്നുള്ള സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മെന്റൽ ബ്രേക്ക് ഡൗൺ വരും. അത് ചിലർക്ക് കയറുമ്പോൾ തന്നെ ആയിരിക്കും, ചിലർക്ക് 21 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലർക്ക് അപ്പൊ 50 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇത്തവണത്തെ രേണുസുതി. സോ ആ ഒരു ഗ്രാഫ് ചിലപ്പോൾ കയറി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഞാനാണ് ഈ ഹോം സിക്നെസ് കണ്ടുപിടിച്ചിരിക്കുന്ന ആള്. 2 ദിവസം ഷൂട്ടിന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നെഞ്ചത്തരച്ച് കരയുന്ന കൂട്ടത്തിലാണ്. വൈകിട്ടാകുമ്പോഴേക്കും മോളെ മിസ് ചെയ്തതുമായിട്ടുള്ള കരച്ചിലും ബഹളമൊക്കെ എനിക്ക് കൂടെ പറപ്പാണ്, കൂടെ ഉള്ളതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ അന്തരീക്ഷമൊക്കെ ആയിട്ട് നമ്മള് പുറത്തുനിന്ന് വാവ് ബിഗ് ബോസ്. പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ നിന്നിൽ ഏറ്റവും പെട്ടെന്ന് പൊരുത്തപ്പെട്ടത് ദൈവമായിരുന്നു അല്ലേ? കാരണം ബാക്കി എല്ലാവരും നോക്കി വീട് ചുറ്റി കണ്ടുവരുമ്പോഴേക്കും ഇവിടെ ആള് ഫയറിംഗ് ആണ്. അതെന്താ അറിയോ, പൊരുത്തപ്പെട്ട് വന്നപ്പോ സൈലന്റ് ആയിപ്പോയി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതില് നമ്മൾക്ക് ഒരു വഴക്ക് നടക്കുന്നു. ഒരു വഴക്ക് നടക്കുമ്പോൾ നമുക്ക് അതുമേ ഏറ്റുപിടിക്കാൻ ഒരാളോട് പറയാൻ നമുക്കൊരു കണ്ടന്റ് വേണ്ടേ? ഇപ്പൊ ജുനൈസ് ആണെങ്കിലും സാഗർ ആണെങ്കിലും അവര് പ്ലാനിങ് ആണ്, നാളെ ഈ കണ്ടന്റ് കൊടുക്കണം, മനസ്സിലായോ? അപ്പൊ നമ്മൾ അതുമേ കയറി പിടിക്കുമ്പോ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞില്ല, ആൾക്കത് എഗൻസ്റ്റ് ആയിട്ട്. അപ്പം നമുക്ക് അതൊരു പ്രത്യേകിച്ച് ഇപ്പൊ എന്നോടും റനീഷൊക്കെ ചോദിച്ചു സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചെയ്യുമ്പോൾ ചേച്ചി എന്താ ഇവിടെ, ഞാൻ പറഞ്ഞു ഇവിടെ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ ഞാൻ കയറിയിട്ട് എന്ത് പറയാനാണ്? കാരണം നമുക്കറിയാം അത് കാട്ടിക്കൂട്ടുന്നതാണെന്ന്. കളി മനസ്സിലായി തുടങ്ങി. ഇവരെ ചവിട്ടും കുത്തും ഉണ്ട്, ചിരിച്ചു കാണിക്കുന്നവരൊന്നും ഓക്കെയല്ല. എന്നിട്ടാണ് പാവ ടാസ്കിലാണ് നമ്മളൊന്ന് കേറി വരുന്നത്. എന്നിട്ട് ക്യാപ്റ്റനായി വീട്ടിൽ പോയി. ശുഭം. ഈ രേണുസുതി വീട്ടിലെത്തിയ പോലെ ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി ഒന്നുമില്ലടാ. കാരണം പുറത്തിറങ്ങിയിട്ട് ഞാൻ അവിടെ വഴക്കുണ്ടാക്കിയത് ഒട്ടുമിക്കാരും കാണുന്നില്ല. എപ്പിസോഡ്സ് നോക്കിക്കഴിയുമ്പം എൻ്റെ ഒരു സങ്കടകരമായ സ്ഥലങ്ങൾ എല്ലായിടത്തും കാണിക്കുന്നു. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തത് മറ്റേ ഏഞ്ചലിനായിട്ട് റിയാക്ട് ചെയ്തത് ഓക്കെ, അല്ലാതെ അവിടെ ശോഭയായിട്ട് ഫൈറ്റ് ചെയ്തത്, വിഷ്ണുവായിട്ട് ഫൈറ്റ് ചെയ്തത്, മാരാറായിട്ടുള്ള ഫൈറ്റ്, അവിടെ ഫൈറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പുറത്തേക്ക് കാണുന്നില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? സംഘാടകർക്ക് തൽപ്രകക്ഷികൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. പടക്ക കഥ കൂതാകവ അങ്ങനെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് ഇപ്പൊ പല എവിക്ഷനിലും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മനസ്സിൽ വരാറുള്ളത് ഇവരുടെ എവിക്ഷൻ നടക്കുന്ന സമയത്ത്? കണക്ട് ചെയ്യാറുണ്ടോ എന്തെങ്കിലും? ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറയാറില്ലേ, എപ്പോഴും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ 46 ഡേയ്സ് നിന്നുള്ളൂന്നുണ്ടെങ്കിൽ ആ 46 ഡേയ്സിൽ എനിക്ക് എന്റേതായ എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല ആസ് എ റിവ്യൂവർ എന്നുള്ള രീതിയിലും അവിടെ നിൽക്കാൻ കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ വിചാരം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കാണ് എടുത്ത് വിഴുങ്ങാന്നുള്ളതാണ്. കാരണം ഉരുട്ടാനും ബുദ്ധിമുട്ടാണ്, വിഴുങ്ങാനും ബുദ്ധിമുട്ടാണ്, നിൽക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര മെന്റലി ഭയങ്കര പവറുള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ മെന്റൽ പവർ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ചിലപ്പം ബാലൻസ് ചെയ്ത് വരുന്നത് ഓരോരുത്തർ ഓരോ ടൈമിലായിരിക്കും. കാരണം അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ ടൈം എടുക്കും കുറച്ച്. അപ്പൊ ഇതിനകത്ത് ഈ പപ്പാനിയുടെ എവിക്ഷൻ എനിക്കത് അത്ര ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആരുടെയായിരുന്നു? ഞാൻ ഒനിയിൽ പോകുന്ന വിചാരിച്ചത്. അപ്പാനി പോയി. ശൈത്യ പോകുന്ന എനിക്ക് അറിയായിരുന്നു ഇൻ ദ സെൻസ് ഗസ്സാണ് കേട്ടോ, അല്ലാതെ വേറെ കണക്ഷൻ അല്ല. അപ്പം മസ്താനി ആയിട്ടുള്ള ഒരു അബ്യൂസ് ടോക്കിൽ മാത്രം അപ്പാനി ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പോകേണ്ട ആവശ്യമില്ല. കാരണം അന്ന് ആ സമയത്ത് വേണമെങ്കിൽ മസ്താനിക്ക് അല്ലെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യായിരുന്നു. മസ്താനി കളിച്ച അത്ര ഒരു റോങ് ഇത് നമ്മുടെ അപ്പാനി കളിച്ചു എന്ന് തോന്നുന്നില്ല. പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കാതെ വരുമ്പോ
നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അത് മേ ബി ഫേവറിസം ആണോ അല്ലെങ്കിൽ അതൊരു പോർട്രേറ്റ് ചെയ്യുന്നത് രീതി അവരാണോ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല ഡിസിഷൻ മേക്കേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാണാൻ പറ്റും അല്ലേ? അതെ. പ്രാവശ്യത്തെ ഒരു ടോപ്പ് 3 പ്രിഡിക്റ്റ് ചെയ്യും. ടോപ്പ് 3 പ്രിഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഗതിയും ചലനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അനു, അക്ബർ, അനീഷ് ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇതുവരെ അല്ല, ഇതിന് അങ്ങോട്ട് അനീഷ് എന്തായാലും ഉണ്ടാവും. അനീഷിന്റെ ഒരു മാറ്റില്ല, കാരണം പുള്ളി കണ്ണടച്ച് കിടക്കില്ല. അതുകൊണ്ട് അനീഷ് ഉണ്ടാവും. ഈ പിന്നെ വേറൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. ലാലേട്ടൻ വന്ന് എന്തൊരു കാര്യം ആദ്യം അഭിപ്രായം ചോദിക്കുന്നത്, അക്ബർ പറയൂ എന്താ അക്ബറിന്റെ അഭിപ്രായം? വൈ മറ്റേ വിഷയം ഉണ്ടായില്ലേ നമ്മുടെ എന്തോ ഒരു സംഭവം ഉണ്ടായി, അതിലെന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്മിയുടെ വിഷയം വന്നു, അല്ലല്ല മറ്റേ ഡെമോ കാണിക്കാൻ പറഞ്ഞപ്പോ അവിടെ അക്ബറും വാക്കൗട്ട് ചെയ്തു, ഒനീലും വാക്കൗട്ട് ചെയ്തു. അപ്പോ അക്ബർ വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചപ്പോ ഒനീൽ അവിടെ നിന്ന് ഞാനുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ക്യാം അത്രയും തിരിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആളുകളിലോട്ട് ഭയങ്കര ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇപ്പോ അനു എന്തായാലും ഉണ്ടാവും, അനീഷും അക്ബറും ഉണ്ടാവും ആസ് ഓഫ് നൗ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ, കാരണം ഇത്ര ദിവസമല്ലായിട്ട് ഇനിയും കിടക്കുന്നു. ഈ ശരിക്കും ഈ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഇവരിലൂടെ പോകുന്ന പറയാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നുള്ളത്. ഇത് ശരിക്കും എങ്ങനെ കാണുന്നത്, ഗുണമാണോ? അത് എല്ലാ സീസണിലെ ഒരു സമയമാകുമ്പോഴേക്കും ആളുകൾ തന്നെ ഒരു രാജാവിനെ കൂടെ കണ്ടുപിടിക്കും. അതെ, രായാവ് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറില്ലേ? രായാവ് എല്ലാ പ്രാവശ്യം ഉണ്ടാവും, അവസാനം കണ്ടം വഴി ഓടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ അയാൾ തന്നെ ഐ മീൻ കപ്പ് എടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ PR-ന്റെ ഇത് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് വൃത്തിയോടാണെങ്കിലും എനിക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടെന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും ഒരാളെ എടുത്ത് അങ്ങനെ വച്ചിട്ടുണ്ടാവും. അങ്ങനെ ആദ്യം അനുവിന് എടുത്തു വെക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഗിസേലിന്റെ ഉമ്മ കേസിൽ അത് ചീഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അനീഷിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, അനീഷിന് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ ഈ സീസണിൽ എനിക്ക് രായാവിനെ കാണാൻ പറ്റിയിട്ടില്ല. അക്ബർ ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ പോവാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് അങ്ങോട്ട് ഉറപ്പായിട്ടില്ല. ലവ് ട്രാക്കും ഇല്ല. സോ കുറച്ചുകൂടി ലവ് ട്രാക്ക് വരാത്തതിൽ വിഷമമൊന്നുമില്ല. വെറുതെ രണ്ട് ആൾക്കാർ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഒരു ട്രാക്ക് ഇടുന്ന എന്തിനു? എത്ര ട്രെയിൻ അടിച്ച ജീവിതം പോണെന്ന് അറിയാമോ? അനു പ്രവീണില് ഒരു ശ്രമം നടന്നോ? പുറത്തേക്ക് വിഷയല് വെറുതെ വന്നതാണ് അല്ലേ? അങ്ങനെയൊന്നും അനു അങ്ങനെ ഒരു ട്രാക്കിംഗ് എനിക്ക് അങ്ങനെയൊന്നും ഒരു ഒരാളുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ ഉള്ളിൽ നിൽക്കുന്നു, നമുക്ക് അവരാണ് ഒരു ചുറ്റും എത്ര വഴക്കുണ്ടെങ്കിലും അപ്പൊ നമ്മളൊന്ന് ഇരിക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ വെദർ ബോയോ ഗേൾ ഒന്ന് സംസാരിക്കുന്നു. അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പേളി ശ്രീനിഷിന്റെ സംഭവം പോലെ അവിടെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. ഇതിപ്പോ പ്രേമിക്കാത്തവര് രണ്ടുപേരും തമ്മിൽ പ്രേമാണെന്ന് പേളി അല്ലെ ശ്രീനിഷ് പോലെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അവിടെ അങ്ങനെ ഒരു ആ രീതിയിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഈവൻ മണിക്കുട്ടൻ ആ ഒരു സംഭവം വന്നാലും ഒന്നും ആ ഒരു റേഞ്ചിലോട്ട് എത്തിയില്ല. അല്ലെങ്കിൽ ഓൾ ടൈം മൈ ഫേവറേറ്റ് ഈ സീസൺ 1. അതൊരു ഞാൻ ആക്ച്വലി അതാ ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നതിൽ 4, 5, 1 ഇങ്ങനെയാ സംഭവം പറയുന്നത്. 5ന്റെ സീസൺ വന്നപ്പോ എല്ലാം കമന്റ് വന്നത് ഇത്ര വാഴ സീസൺ വേറെ ഇല്ല. 7 ഏകദേശം നമ്മള് പറഞ്ഞ പോലെ ഒരു പകുതി ദിവസം പിന്നിട്ടു. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഒരു 50 ഡേയ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഒറ്റ വരിയിൽ പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? സീസൺ 7 എങ്ങനെയാണെന്ന് ചോദിച്ചാ ലാലേട്ടൻ പൊള്ളി. That's it. എത്രയുള്ളൂ അതിലൊതുക്കും. കാരണം എപ്പിസോഡിനേക്കാളും എനിക്ക് കൂടുതൽ തോന്നുന്നു ആൾക്കാർ, എനിക്കും ഈവൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് എനിക്ക് ലാലേട്ടൻ്റെ ആ ഒരു ഫയറും ആ ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ കേൾക്കാൻ ഒരു ഇഷ്ടമുണ്ട് എനിക്കത്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കുന്നത് ഒരു എന്താ മോനെ എന്നുള്ള രീതിയിലൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. സോ കണ്ടസ്റ്റൻസിനേക്കാളും നന്നായിട്ട് ലാലേട്ടൻ ഗെയിം കളിക്കുന്നുണ്ട്. ഈ ലാലേട്ടൻ വന്ന് പറയുന്ന കേസ് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് കുറച്ച് എങ്ങനെ ഇത് കൊണ്ടുവരുന്നു, എന്താ പറയാൻ പോകുന്നത്. കഴിഞ്ഞ സീസണൊക്കെ അപേക്ഷിച്ച് ഈ സീസണിലോട്ട് വരുമ്പോൾ ലാലേട്ടൻ ഇത്രയൊക്കെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും ഏറെക്കുറെ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചൂടായല്ലോ. ചൂടായിട്ട് ഇനി ഈ ഒരു സംഭവമാണ്. കഴിഞ്ഞ സീസണിൽ അതുപോലും ഉണ്ടായിരുന്നില്ല, അത്ര പോലും ഒരു ഫയർ ഉണ്ടായിരുന്നില്ല. ഇപ്പം അനുവിന്റെ കേസാണെങ്കിൽ നാണമില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഈവൻ ആ ഒരു പിന്നെ ഒരു ഫയർ ആയിട്ട് പറഞ്ഞത് മറ്റേ സംഭവമാണ്. ഞാൻ ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം സീസൺ ഇതാന്ന് തുറന്നൊരു കത്ത് വായിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതെ അതെ അതെ, അതിലും നമുക്ക് അങ്ങനെ ഒരു പവർ തോന്നിയിരുന്നില്ല. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആള് കുറച്ച് റേസ് ആവുന്നുണ്ട്. ലൈക്ക് ഇപ്പം ലക്ഷ്മിയുടെ ഇഷ്യൂ ആണെങ്കിലും എന്താണെങ്കിലും ഒരു വോയിസ് റേസിംഗ് അവിടെ വരുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇരിക്കൂ എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. എന്നാൽ പോലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അതെ, ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം ലാലേട്ടൻ ഇത്രത്തോളം ഫയർ ചെയ്ത് സംസാരിക്കുന്നതിന്
നവമാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ലാലേട്ടൻ പറയണം, ഇന്ന സംഭവം ഉണ്ടായത് ലാലേട്ടൻ ചോദിക്കണം. അപ്പം ഇത്തരത്തിലൊരു ചായ്വ് ഇവിടെ കാണുമ്പോൾ ഇത് കുറേ കൂടി പ്രേക്ഷക പിന്തുണ കിട്ടും. അതിന് വേണ്ടി അത് ഞാൻ നേരത്തെ ചോദിച്ചു, കുറെ കൂടി പ്രിഡിക്റ്റബിൾ ആണോ ലാലേട്ടൻ വന്ന അതെന്താന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ലൈവിൽ കാണിക്കുന്ന പല സംഭവങ്ങളും എപ്പിസോഡിൽ കാണിക്കുന്നില്ല, പക്ഷെ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറച്ച് വിഴുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ്, കമന്റ്സ്, കാര്യങ്ങൾ എന്നൊക്കെ എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഇറ്റ്സ് ഇന്റർ കണക്റ്റഡ്. കാരണം കൂടുതലും ഒരു പ്രേക്ഷക പ്രീതി ഈ സീസണിൽ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ചായ്വുണ്ട്, കാരണം പ്രേക്ഷക മനസ്സ് ഒപ്പിയെടുക്കാനുള്ള ഒരു അതിന് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ആണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് വന്ന് പറയുന്നുള്ള അപ്പോഴാവും കേൾക്കുക. ഇതിപ്പോ ആ പറയാൻ പോകുന്നത് എന്താണോ ആ വിഷയത്തിന്റെ പ്രൊമോ വരെ ഇറക്കി തുടങ്ങി അല്ലെ. ഇപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാരാ എന്നുള്ള ചോദ്യം അന്ന് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് പ്രൊമോ. അപ്പോൾ ആളുകൾ ഇത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നു, അവിടെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു എന്നുള്ള പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഈ പേജുകളിൽ വരുന്നത് എന്നുള്ള സംഭവം. അപ്പൊ എന്താണ് ഒഴുക്ക്, ആ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള പരിപാടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ അതിനേക്കാൾ ഉപരി ഇത്തവണത്തെ സീസണിൽ നോക്കിയാൽ മനസ്സിലാവും, ലൈക്ക് അവര് എവിഷന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. ആരാണ് പെട്ടി തൂക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മെനു പോലത്തെ ഒരു സംഭവം, ആര്യൻ നിർത്തിപ്പൊരിച്ചത്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇത് ആളുകൾക്ക് ഒരു കുറച്ചും കൂടി ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടന്റെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഹീസ് ഗോണ ആസ്ക് ദിസ് എന്നുള്ളൊരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പം അകത്തുനിന്ന് പുറത്തേക്ക് തരുന്ന ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഒപ്പമാണ്, കണ്ടസ്റ്റൻസിന്റെ ഒപ്പമല്ല എന്നുള്ളൊരു സംഭവം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറെ മിസ് ചെയ്യുന്ന ആ ബേബി ഹൗസ് ഒരിക്കൽ കൂടി ഒരു ചലഞ്ചറായിട്ട് അല്ലെ വിളിക്കട്ടെ. സ്പെഷ്യൽ ഗസ്റ്റിൽ അവർ ഞെട്ടട്ടെ, ചലഞ്ച് കൊടുക്കാൻ പറ്റട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.